മരിച്ചവരിൽ ഒരു കോട്ടയം പാമ്പാടി സ്വദേശിയുമുണ്ട്. 29 വയസ്സുള്ള സ്റ്റീഫൻ എബ്രഹാം സാബുവാണ് മരിച്ചത്. ചെറുപ്പക്കാരൻ അല്ലേ? അതെ. പിയ പ്രവീണ നമുക്കൊപ്പം ചേരുന്നു. പിയ പ്രവീണ, ഇപ്പോഴുള്ളത് ഈ സ്റ്റീഫൻ എബ്രഹാം സാബുവിൻ്റെ വീടിൻ്റെ പരിസരത്താണോ? വീട്ടുകാർ എപ്പോഴാണ് ഈ സംഭവം അറിഞ്ഞത്? എത്ര കാലമായി ഈ സ്റ്റീഫൻ കുവൈറ്റിലാണ്? സ്റ്റീഫന്റെ വീട്ടുകാരെല്ലാം വിവരം അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. സ്റ്റീഫന്റെ വീട്ടിൽ അമ്മയും ആണുള്ളത്. അമ്മയും അച്ഛനുമാണ് ഉള്ളത്. ഇതിൽ അമ്മയോട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മിസ്സിംഗ് ആണ്. ഇത്തരം ഒരു സംഭവത്തെ തുടർന്ന് കാണാനില്ല എന്നുള്ള അറിയിപ്പ് മാത്രമാണ് നൽകിയിരുന്നത്. ഇയാളുടെ വീട്ടിൽ അറിയാത്തത് കൊണ്ട് കൂടിയാണ് ഇതുവരെയും ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങൾ നൽകാതിരുന്നത്. രാത്രിയോടുകൂടി അമ്മയെയും അറിയിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ആ വീട്ടുകാർ ഇതിന്റെ ഒരു ആഴത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണം കരുതാൻ. ഈ കുവൈറ്റിലുള്ള ഈ മരിച്ച ആളുടെ സഹോദരനും കുവൈറ്റിൽ തന്നെ ജോലി ചെയ്യുകയാണ്. എന്തായാലും പാമ്പാടിയിലേക്ക് മൃതദേഹം കൊണ്ടുവരികയാണെങ്കിൽ അല്ലെങ്കിൽ നാളെയോടുകൂടി വീട്ടുകാരെ അറിയിക്കുമായിരിക്കും. 29 വയസ്സുള്ള എഞ്ചിനീയർ കൂടിയാണ് അവിടെ മരണപ്പെട്ട ഇവർ. രാത്രിയിലെ ജോലി കഴിഞ്ഞു വന്ന് വിശ്രമത്തിനിടയിലായിരുന്നു ഈ തീപിടുത്തം ഉണ്ടായത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നത്. മാത്രവുമല്ല, കുവൈറ്റിൽ മലയാളി നഴ്സുമാരുടെ സംഘടനകൾ കേന്ദ്രീകരിച്ച് കൃത്യമായ വിവരങ്ങൾ നാട്ടിലേക്ക് അറിയിക്കുന്നുമുണ്ട്. ഓക്കെ, പിയ പ്രവീണ, സ്റ്റീഫൻ എബ്രഹാം സാബു പാമ്പാടി സ്വദേശിയാണ് ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടത്.